Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ജനറലായിട്ട് പൊതുവെയുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പരിചിതമായ വാക്കാണ് ഈ കൺസ്യൂമർ. എനിക്ക് അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്ന ആളിനെയാണ് പറയുന്നത് കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അത് സാധനങ്ങൾ വാങ്ങുന്ന ആളിനെയാണ് കൺസ്യൂമർ. വൺ ഹൂ ബൈ ഗുഡ്സ് ഈസ് കോൾഡ് കൺസ്യൂമർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ഗുഡ്സ്? ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കാണാനും അതുപോലെ തന്നെ സ്പർശിക്കാനും ഒക്കെ കഴിവുള്ളവയാണ്. അതായത് കാണാനും സ്പർശിക്കുവാനൊക്കെ കഴിയുന്ന വസ്തുവിനെയാണ് എന്ന് പറയുന്നത് ഗുഡ്സ് അഥവാ സാധനങ്ങൾ. അതായത് നമ്മുടെ ക്ലാസ്സിലുള്ള ബെഞ്ച്, ഡെസ്ക്, ഫാന്, പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പേരുണ്ട്, അതേപോലെ തന്നെ എന്നെ കാണാൻ പറ്റും, അതുപോലെ തന്നെ തൊടാനും പറ്റും. അപ്പൊ ഞാനൊരു ഗുഡ് തന്നെയാണ്. നമുക്ക് കാണാനും തൊടാനും കഴിയുന്നവയാണ് എന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്, സാധനങ്ങൾ എന്ന് പറയുന്നത്, സാധനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് എന്ന് പറഞ്ഞാൽ സേവനം. സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ്. അതായത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല, പിന്നെ അതുപോലെ തന്നെ കാണാനൊന്നും പറ്റില്ല. എന്താണ്? നമുക്ക് അതിൻ്റെ സേവനത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അതായത് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് എന്ത്? സേവനങ്ങൾ. അത് ഇൻടാഞ്ചിബിൾ ആണ്. അതായത് ഇപ്പോൾ എൻ്റെ എക്കണോമിക്സ് ക്ലാസ്, നമ്മുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, അതൊക്കെ നമുക്ക് എന്താണ് അനുഭവിച്ചറിയാനാണ് കഴിയും. നന്നായിരുന്നു, നല്ലതായിരുന്നു, മോശമായിരുന്നു എന്നൊക്കെ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അതായത് സേവനങ്ങൾ എന്താ പറയുന്നത്? കാണാനും തൊടാനും കഴിയില്ല, പക്ഷെ അനുഭവിച്ച് അറിയാനാണ് പറ്റുക. അതിനെയാണ് സേവനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ടീച്ചിങ് സേവനമാണ്, അതുപോലെ തന്നെ സേവനമാണ്, പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയൊക്കെ സേവനങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ. ഇനി അടുത്തതായിട്ട് കൺസംഷൻ. എന്താണ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് എന്തൊക്കെ പഠിച്ചു? കൺസ്യൂമറിനെ കുറിച്ച് പഠിച്ചു, ഗുഡ്സിന് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ സർവീസ് എന്താണെന്ന് പഠിച്ചു. അടുത്തതായിട്ട് എന്താണ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ? കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുന്ന പ്രവൃത്തിയെയാണ് എന്ന് പറയുന്നത് കൺസംഷൻ. കൺസ്യൂമർ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾ അയാളുടെ സമൃദ്ധിക്ക് വേണ്ടി, അയാളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്ന ആ പ്രവർത്തനത്തെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. The theory of consumer behavior explains how a consumer achieves maximization of satisfaction from his consumption expenditure. The theory of consumer behavior explains how a consumer achieves maximization of satisfaction from his consumption expenditure. അതായത് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ വിശദമാക്കുന്നത്. ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് അയാളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്ന്, ഉപഭോഗ ചെലവുകളിൽ നിന്ന് എങ്ങനെയാണ് പരമാവധി സംതൃപ്തി നേടുന്നത് എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. എന്താണ് ഉപഭോഗ ചെലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 പേന വാങ്ങാൻ, എൻ്റെ കയ്യിൽ 20 രൂപയുണ്ട്, ഞാൻ 2 പേന വാങ്ങാൻ പോയി. ഇപ്പോൾ പേന വാങ്ങി 20 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആ 20 രൂപ ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ ആ വിലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ആ പേന, 2 പേന നല്ല പേനയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല സംതൃപ്തി ലഭിക്കും. നേരെ മറിച്ച് ഞാൻ ആ 2 പേന വാങ്ങി ഇവിടെ വന്നു, അവിടെ നിന്ന് എഴുതുമ്പോൾ നന്നായിട്ട് കടയിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല പേനയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴേക്കും പേന മാഷി പെട്ടെന്ന് കഴിയുന്നു, ആ കേടുന്നു. അങ്ങനെ എനിക്ക് സംതൃപ്തി ലഭിക്കുമോ? ഇല്ല.
ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ 20 രൂപയായിട്ട് ചെന്ന സമയത്താണ് നല്ല ക്വാളിറ്റിയുള്ള 4 പേന 20 രൂപ മതി, ഇനി എന്താ ഈ 4 പേന തരാമെന്ന് പറഞ്ഞു. ഈ 4 പേനിന് 20 രൂപയാണ് എന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വാങ്ങി നോക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, വീട്ടിൽ കൂടുന്നു വന്ന് എഴുതി വെക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്ന് എഴുതി വെക്കുമ്പോൾ നല്ല ആയിട്ട് എഴുതുന്നു. അപ്പോൾ എനിക്ക് പരമാവധി സംതൃപ്തി ലഭിച്ചത്. അതുപോലെ തന്നെ ഒരു കൺസ്യൂമറിന് അയാളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എങ്ങനെയാണ് പരമാവധി സംതൃപ്തി ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന സിദ്ധാന്തമാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. The consumer behavior theories are divided into 3. They are cardinal utility approach of Alfred Marshall, cardinal utility approach of Alfred Marshall, ordinal utility approach of J.R. Hicks, and revealed preference theory of Paul A. Samuelson. അതായത് കൺസ്യൂമർ ബിഹേവിയർ തിയറീസിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെ കാർഡിനൽ യൂട്ടിലിറ്റി സമീപനം, J.R. ഹിക്സിന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം, പോൾ എ സാമുവൽസന്റെ റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഈ മൂന്ന് സിദ്ധാന്തങ്ങളാണ് കൺസ്യൂമർ ബിഹേവിയർ തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ്, തിയറികളാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് J.R. ഹിക്സിന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രകാരം, ഓർഡിനൽ യൂട്ടിലിറ്റി സിദ്ധാന്തം പ്രകാരം അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി സമീപന പ്രകാരം ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് അയാളുടെ ഉപഭോഗ ചെലവുകളിൽ നിന്ന് പരമാവധി സംതൃപ്തി ലഭിക്കുന്നത് എന്നാണ്. അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിനെ നമ്മൾ വേറെ പേര് പറയാം ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ത് പേര് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന ഇൻഡിഫറൻസ് കർവ് തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കൺസംഷൻ ബണ്ടിലിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കൺസംഷൻ ബണ്ടിൽ. കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ. കൺസംഷൻ ബണ്ടിൽ എന്താണ് കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ കോമ്പിനേഷൻ ഓഫ് സം യൂണിറ്റ്സ് ഓഫ് 2 goods is called കൺസംഷൻ ബണ്ടിൽ. അതായത് ഒരു ഉപഭോക്താവ് വാങ്ങുന്ന 2 സാധനങ്ങളുടെ വിവിധ അളവുകൾ അടങ്ങിയ സംയോഗത്തെയാണ് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങുന്നത്, ആ സാധനങ്ങളുടെ അളവുകൾ അടങ്ങിയ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോഗത്തെയാണ് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. എ കോമ്പിനേഷൻ ഓഫ് സം യൂണിറ്റ്സ് ഓഫ് 2 goods is called കൺസംഷൻ ബണ്ടിൽ. അഥവാ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ അളവുകൾ അടങ്ങിയ സംയോഗത്തെയാണ് കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കൺസംഷൻ ബണ്ടിൽ നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് ഒരു കൺസ്യൂമർ ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതായത് 2 സാധനങ്ങൾ കൂട്ടിച്ചു, അതായത് 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്, അയാൾ വാങ്ങുന്ന ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് S1 ആണ്. രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് S2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കൺസ്യൂമർ 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, അതിൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് S1 ആണ്, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് S2 ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? S1, S2 ഇതായിരിക്കും കൺസംഷൻ ബണ്ടിൽ. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ അളവും രണ്ടാമത്തെ സാധനത്തിന്റെ അളവും ചേർന്ന് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതാണ് കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഒരു ഉപഭോക്താവ് ഒരു കൺസ്യൂമർ 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കൺസ്യൂമർ അരിയും പഞ്ചസാരയാണ് വിചാരിക്കുക. അരിയും പഞ്ചസാരയാണ് വാങ്ങുന്നത്. കൺസ്യൂമർ 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ അരിയും പഞ്ചസാരയാണ്. അപ്പൊ ഒന്നാമത്തെ സാധനമായിട്ടുള്ള അരിയുടെ അളവ് 10 കിലോഗ്രാമാണ്. 10 കിലോഗ്രാമാണ് വാങ്ങുന്നത്. ഇനി പഞ്ചസാര ഷുഗർ എത്ര? പഞ്ചസാര 5 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. 5 കിലോഗ്രാം അരി 10 കിലോഗ്രാം പഞ്ചസാര എത്രയാണ്? 5 കിലോഗ്രാം ആണ് വാങ്ങുന്നത്. അയാളെ
സാധനം ഏതാണ്? ഒന്നാമത്തെ സാധനം തന്നെ കൂടുവണ്ട എന്താണ്? അരി. അത് 10 കിലോഗ്രാം. ആ അരിയുടെ അളവ് 10 10. ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്, പിന്നെ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് പഞ്ചസാര 5. ഇങ്ങനെ എഴുതുന്നതിനെയാണ് പറയുന്നത് കൺസപ്ഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ ബണ്ടിൽ. അപ്പൊ നമുക്ക് എന്താണ് ഉപഭോഗ ബണ്ടിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഉപഭോക്താവിന്റെ ബജറ്റ് അഥവാ കൺസ്യൂമേഴ്സ് ബജറ്റ്. കൺസ്യൂമേഴ്സ് ബജറ്റ്. ഉപഭോക്താവിന്റെ ബജറ്റ്. എന്താണ് ഉപഭോക്താവിന്റെ ബജറ്റ്? The money income of the consumer which he can use to buy goods and services is called consumer's budget. The money income of the consumer which he can use to buy goods and services is called consumer's budget. അതായത് എന്താണ് ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഒരു ഉപഭോക്താവ് അയാളുടെ കൈവശം വെച്ചിട്ടുള്ള പണവരുമാനത്തെയാണ് ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഒരു ഉപഭോക്താവ് അയാളുടെ കൈവശം വെച്ചിട്ടുള്ള മണി ഇൻകം അല്ലെങ്കിൽ പണവരുമാനത്തെയാണ് ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ ഒരു 2 പേരുകൾ, 2 ആളുകളുടെ പേര് വെച്ചിട്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. അതായത് സിന്ധു എന്ന് പറഞ്ഞ ഒരാൾ, സിന്ധു. അതുപോലെ തന്നെ സേതു എന്ന് പറഞ്ഞ മറ്റൊരാൾ. 2 ഉപഭോക്താക്കളുണ്ട്, സിന്ധു സേതു എന്ന് പറഞ്ഞ. സിന്ധുവിന്റെയും സേതുവിന്റെയും കൈവശം പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങുന്നതിന് വേണ്ടി 2 സാധനങ്ങളാണ് സിന്ധു സേതു വാങ്ങുന്നത്. എന്തൊക്കെയാണ്? പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങുന്നതിന് വേണ്ടി സിന്ധുവിന്റെ കൈവശം 100 രൂപയെ വെച്ചിട്ടുണ്ട്. സേതുവിന്റെ കൈവശം 75 രൂപയുണ്ട്. സിന്ധുവിന്റെ കയ്യിൽ 100 രൂപയും ഉണ്ട്, സേതുവിന്റെ കൈവശം 75 രൂപയും ഉണ്ട്. അതായത് പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങുന്നതിന് വേണ്ടി സിന്ധുവും സേതുവും 100 രൂപയും 75 രൂപയും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിന്ധുവിന്റെ ബജറ്റ് എന്ത്? സേതുവിന്റെ ബജറ്റ് എന്ത്? അങ്ങനെയാണെങ്കിൽ സിന്ധുവിന്റെ ബജറ്റ് എന്ത്? അതായത് പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങുന്നതിന് വേണ്ടി സിന്ധു കൈവശം വെച്ചിട്ടുള്ള പണം എത്രയാണെന്ന് പറയുന്നത്? ഈ 100 രൂപ. ഈ 100 രൂപയാണ് സിന്ധുവിന്റെ ബജറ്റ്. സേതുവിന്റെ ബജറ്റ് എത്രയാണ്? 75 രൂപ. സേതു കൈവശം വെച്ചിട്ടുള്ള എത്രയാണ് രൂപയാണ്? 75 രൂപ. അതായത് സേതുവിന്റെ ബജറ്റ് എത്രയാണ്? 75 രൂപ. അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഒരു ഉപഭോക്താവ്, ഒരു കൺസ്യൂമർ കൈവശം വെച്ചിട്ടുള്ള പണവരുമാനത്തെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ് ബജറ്റ് അഥവാ ഉപഭോക്താവിന്റെ വരുമാനം അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ. ഇനി അടുത്തത് ഉപഭോക്താവിന്റെ വരുമാനം അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ബജറ്റ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് എന്താണ്? ബജറ്റ് സെറ്റ്. മലയാളത്തിൽ ബജറ്റ് സെറ്റ്. Budget set means a set of bundle or group of bundles is known as budget set. അതായത് ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പുതിയതായിട്ടുള്ള പഠിച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബജറ്റ് സെറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ബജറ്റ് സെറ്റ് എന്ന് നമുക്ക് പറയാം? സെറ്റ് ഓഫ് ബണ്ടിൽസ് ഇസ് നോൺ ആസ് ബജറ്റ് സെറ്റ്. അതായത് നിലവിലുള്ള കമ്പോള വിലയുടെയും ഉപഭോക്താവിന്റെ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിലുള്ള കമ്പോള വിലയുടെയും ഉപഭോക്താവിന്റെ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കമ്പോള വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഉദാഹരണം കമ്പോള വില പഞ്ചസാരയ്ക്ക്
1 കിലോ പഞ്ചസാരയ്ക്ക് 40 രൂപയാണ് മാർക്കറ്റ് ഷെയർ പോയപ്പോൾ ഉള്ളത്. ആ വിലയെ പറയുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ് അഥവാ കമ്പോള വില. അപ്പോൾ ഉപഭോക്താവിന്റെ വരുമാനത്തിന്റെയും അതുപോലെ തന്നെ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ബജറ്റ് സെറ്റ് നമുക്ക് ബജറ്റ് സെറ്റിന് മാത്തമാറ്റിക്കലി എങ്ങനെ നിർവഹിച്ച് നോക്കാം. ബജറ്റ് സെറ്റ് P1 S1 plus P2 S2 less than or equal to M. ഇതാണ് ബജറ്റ് സെറ്റ്. നമുക്ക് മാത്തമാറ്റിക്കലി നിർവചിക്കുകയാണെങ്കിൽ P1 S1 plus P2 S2 less than or equal to M. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സാധനത്തിന്റെ വിലയും രണ്ടാമത്തെ സാധനത്തിന്റെ വിലയും ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമോ കുറവോ ആയിരിക്കണമെങ്കിൽ നമുക്ക് ബണ്ടിലുകൾ വാങ്ങാൻ പറ്റും. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഉപഭോക്താവിന് ബണ്ടിലുകൾ വാങ്ങാൻ പറ്റും. ഒന്നാമത്തെ സാധനം രണ്ടാമത്തെ സാധനത്ത് വാങ്ങിയതിനനുസരിച്ചിട്ടാണ് ഇതനുസരിച്ചിട്ടാണ് വാങ്ങാൻ പറ്റും. ഒന്നാമത്തെ സാധനത്തിന്റെ വിലയും രണ്ടാമത്തെ സാധനത്തിന്റെ വിലയും ഉപഭോക്താവിന്റെ വരുമാനത്തിന് ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം. ഉദാഹരണമായിട്ട് ഒരു ഉപഭോക്താവിന്റെ കൈവശം 20 രൂപയുണ്ട്. ഒരു ഉപഭോക്താവിന്റെ കൈവശം 20 രൂപയുണ്ട്. അയാളുടെ ബജറ്റ് എത്രയാണ്? 20 രൂപയാണ്. അയാൾ മാർക്കറ്റിൽ പോയി. അപ്പോൾ അയാൾ ഷോപ്പിൽ കയറി. അപ്പോൾ ഒന്നാമത്തെ സാധനത്തിന്റെ വില ഒരു യൂണിറ്റിന് 5 രൂപയാണ്. ഒന്നാമത്തെ സാധനത്തിന്റെ വില ഒരു യൂണിറ്റിന് 5 രൂപയാണ്. അപ്പോൾ ഉപഭോക്താവിന്റെ കൈവശം എത്രയുണ്ട്? 5 രൂപയാണ്. പിന്നെ രണ്ടാമത്തെ സാധനത്തിന്റെ വില എത്ര? 5 രൂപയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ബജറ്റ് ഇക്വേഷൻ രൂപീകരിക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ P1 S1 P2 S2 less than or equal to M എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. P1 എന്ന് പറഞ്ഞാൽ അപ്പോൾ ബജറ്റ് സെറ്റ് ഇക്വേഷൻ ആണ് P1 S1 plus P2 S2 less than or equal to M. അതിൽ P1 എന്ന് പറഞ്ഞാൽ നോക്കാം. P1 price of good one. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ് എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. ബജറ്റ് സെറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത് P1 S1 plus P2 S2 less than or equal to M. ബജറ്റ് സെറ്റ് ഇക്വേഷൻ ആണ് P1 S1 plus P2 S2 less than or equal to M. ഇതിൽ P1 നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P1 സം price of good one ഒന്നാമത്തെ സാധനത്തിന്റെ വില. ഇനി X1 എന്ന് പറഞ്ഞാൽ X1 is equal to quantity of good one. ഇനി P2 എന്ന് പറഞ്ഞാൽ P2 price of good 2. S2 എന്ന് പറഞ്ഞാൽ quantity of good 2. ഇനി ഇതിൽ M എന്നാണ്. M സമം ഉപഭോക്താവിന്റെ വരുമാനം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ ബജറ്റ് സെറ്റ് ഇക്വേഷൻ ആണ് P1 S1 plus P2 S2 less than or equal to M. അതിൽ P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഒന്നാമത്തെ സാധനത്തിന്റെ വില. X1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്. P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ് 2 രണ്ടാമത്തെ സാധനത്തിന്റെ വില. X2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ടാമത്തെ സാധനത്തിന്റെ അളവ്. M എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഇൻകം ഉപഭോക്താവിന്റെ വരുമാനം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കാം. അതായത് ഇതിന്റെ ലെസ് താൻ ഓർ ഈക്വൽ ടു ചെറുതാണ് തുല്യമാണെന്നാണ് ലെസ് താൻ ഓർ ഈക്വൽ ടു നോക്കാം. ഒന്നാമത്തെ സാധനത്തിന്റെ വില രണ്ടാമത്തെ സാധനത്തിന്റെ വില എന്തിനായിരിക്കണം? ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമോ കുറവോ ആയിരിക്കണമെങ്കിൽ നമുക്ക് ബണ്ടിലുകൾ വാങ്ങാൻ പറ്റും. ഉദാഹരണമായിട്ട് നമുക്ക് P1 P2 നമുക്ക് വിലകൾ കൊടുത്തു നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ കുറച്ചുകൂടി വിശദമാക്കാം. ഒരു കൺസ്യൂമർ ഒരു ഉപഭോക്താവിന്റെ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലിയർ ചെയ്യാം. ഒരു ഉപഭോക്താവിന്റെ കൈവശം 20 രൂപയുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം കൈവശം 20 രൂപ എന്ന് പറഞ്ഞാൽ ബജറ്റാണ്. അയാളെ വരുമാനം 20 രൂപയുണ്ട്. അപ്പൊ M സമം 20. ഉപഭോക്താവിന്റെ കൈവശം 20
രൂപയുണ്ട്. അയാളുടെ ബഡ്ജറ്റ് 20 രൂപയാണ്. അയാൾ മാർക്കറ്റ് ചെന്നു, അയാൾ ഷോപ്പിലേക്ക് അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ നോക്കണം. അപ്പൊ ഒന്നാമത്തെ സാധനത്തിന്റെ വില, അയാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ സാധനത്തിന്റെ വില ഒരു യൂണിറ്റിന് 5 രൂപയാണ്. ഒന്നാമത്തെ സാധനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ P1. P1 is equal to ₹5. ഇനി രണ്ടാമത്തെ സാധനത്തിന്റെ വില P2. രണ്ടാമത്തെ സാധനത്തിന്റെ വില എന്താണ്? ഒരു യൂണിറ്റിന് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം ബഡ്ജറ്റ് സെറ്റിഫിക്കേഷൻ നമുക്ക് എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ബഡ്ജറ്റ് സെറ്റിഫിക്കേഷൻ രൂപീകരിക്കാം? P1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഒന്നാമത്തെ സാധനത്തിന്റെ വിലയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 5. X1 അതുപോലെ തന്നെ 5x1 പ്ലസ് രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 5. ഇനി S2ന്റെ സ്ഥാനത്ത് അതുപോലെ തന്നെ X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M-ന്റെ സ്ഥാനത്ത് കൊടുക്കും 20. എങ്ങനെയാണ് നമ്മൾ രൂപീകരിച്ചത്? ഒന്നാമത്തെ സാധനത്തിന്റെ വില P1ന്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുത്ത് X1 അതുപോലെ തന്നെ എഴുതി. പിന്നെ രണ്ടാമത്തെ സാധനത്തിന്റെ വില 5 അല്ലെ, P2ന്റെ സ്ഥാനത്ത് നമ്മൾ 5 എന്ന് കൊടുത്തു. പിന്നെ X2 അതുപോലെ തന്നെ എഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത് നമ്മുടെ ഇക്വേഷനുള്ള തന്നെയാണ് എഴുതി. M is equal ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. M-ന്റെ സ്ഥാനത്ത് നമ്മൾ 20 എന്ന് കൊടുത്തു. ഇതാണ് ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ. നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ രൂപീകരിച്ചു. ഉപഭോക്താവിന്റെ കൈവശം 20 രൂപയുണ്ട്. ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപയാണ്. രണ്ടാമത്തെ സാധനത്തിന്റെ വില 5 രൂപയാണ്. അങ്ങനെ ഈ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ രൂപീകരിക്കാൻ പറഞ്ഞു, നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ഇക്വേഷൻ അനുസരിച്ച് അയാൾക്ക് എത്ര, ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് സെറ്റ് രൂപീകരിക്കാം, അല്ലെങ്കിൽ എന്താ ബണ്ടിലുകൾ ഉണ്ടാക്കാം, ബണ്ടിലുകൾ വാങ്ങാം. ഇക്വേഷൻ അനുസരിച്ച് എത്ര ബണ്ടിലുകൾ വാങ്ങാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതനുസരിച്ച്, അതായത് ബണ്ടിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഉപഭോക്താവിന്റെ വരുമാനം എത്രയാണ്? 20 ആണ്. അപ്പോൾ ബണ്ടിലിന്റെ വില എപ്പോഴും എന്തായിരിക്കണം? 20-ഓ 20-ന് താഴെയോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. 2 ബണ്ടിൽ കൂടി ആകുമ്പോൾ 20-ഓ 20-ന് താഴെ ആയിരിക്കണമെങ്കിൽ നമുക്ക് ബണ്ടിലുകൾ വാങ്ങാൻ കഴിയുള്ളൂ. കാരണം എന്താ, ഉപഭോക്താവിന്റെ വരുമാനം വെറും 20 രൂപ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതാൻ പോവുകയാണ്. (5x1 plus 5x2 less than or equal to 20). ഈ ഇക്വേഷൻ പ്രകാരമാണ് നമുക്ക് ബണ്ടിലുകൾ വാങ്ങാൻ കഴിയുന്നത്. ആദ്യത്തെ ബണ്ടിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സാധനം രണ്ടാമത്തെ സാധനം എത്ര അളവ് വാങ്ങാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് പ്രകാരമായിട്ട്. കാരണം 20 രൂപയുള്ളൂ. ഈ 20 രൂപയ്ക്ക് അയാൾക്ക് എത്ര സാധനങ്ങൾ വാങ്ങാൻ, ഒന്നാമത്തെ സാധനം രണ്ടാമത്തെ സാധനം എത്ര അളവിൽ വാങ്ങാന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് 00 എന്ന് പറഞ്ഞ ബണ്ടിലുണ്ട്. കാരണം എന്താ, ഒരു ഉപഭോക്താവ് അയാൾ കടയിലും ഷോപ്പിലൊക്കെ പോയി ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്ര വെച്ചു? 5 രൂപയാണ് പറഞ്ഞു. രണ്ടാമത്തെ സാധനത്തിന്റെ വില എത്രയാണ്? 5 രൂപയാണ്. പിന്നെ അയാൾ വിചാരിച്ചു എനിക്ക് വേണ്ട, വേറെ നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബണ്ടിലുണ്ട്, പക്ഷെ അത് വാങ്ങാനും തയ്യാറല്ല. ഇപ്പൊ 00 എന്ന് പറഞ്ഞ ബണ്ടിലും ഉണ്ട്, പക്ഷെ അയാള് വാങ്ങുന്നില്ല, ആ സാധനങ്ങൾ വാങ്ങുന്നില്ല. അപ്പൊ അയാളുടെ കയ്യിൽ എന്തായാലും ഇപ്പോഴും 20 രൂപ ഉണ്ട്. കാരണം അയാൾ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. എന്നാലും അയാളുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 20 രൂപ. സാധനങ്ങൾ വാങ്ങാതെ എങ്ങനെ ഇപ്പൊ പൈസ ചെലവാകുന്നില്ല. അപ്പൊ 20 രൂപ ഇപ്പോഴും കയ്യിലുണ്ട്. 00 എന്നുള്ള ആദ്യത്തെ ബണ്ടിൽ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബണ്ടിൽ ഒന്നാമത്തെ സാധനം മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ ബണ്ടിൽ തയ്യാറാക്കുക. അയാൾ ഒന്നാമത്തെ സാധനം മാത്രമേ വാങ്ങുന്നുള്ളൂ, രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല. ബണ്ടിലുകൾ എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ X1 X2 എന്നുള്ള ഫോമിൽ, അതായത് X1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്, X2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സാധനത്തിന്റെ അളവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബണ്ടിൽ അയാൾ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ സാധനം മാത്രമേ വാങ്ങുള്ളൂ. അത് എത്രയാണ് വാങ്ങുന്നത്? 1 യൂണിറ്റാണ് വാങ്ങുന്നത്. അപ്പൊ എന്താ എഴുതാം? ഒന്നാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നത്, രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല. ഒന്നാമത്തെ സാധനം എത്രയാണ് വാങ്ങുന്നത്? 1 യൂണിറ്റ്. അപ്പൊ 1, ഇനി രണ്ടാം സാധനം വാങ്ങുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് അവിടെ 0. 1. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇതൊന്ന് കൊടുത്തു നോക്കാം. 5 ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കാം. 5x1 അല്ല ആദ്യം വരുന്നത്. 5x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into x1 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റാറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ,
രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ എഴുതുമ്പോൾ എന്തായാലും ഇൻറ്റു ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇൻറ്റു x1 അല്ലെങ്കിൽ 5 ഇൻറ്റു x1. അപ്പൊ നമുക്ക് x1 ഇവിടെ x1 അളവാണ് ഈ 1. അപ്പൊ ഈ x1 സ്ഥാനത്ത് എന്ത് കൊടുക്കും? 1. എങ്ങനെയാണ് കൊടുക്കുക? 1 അല്ലേ? x1 സ്ഥാനത്ത് 1 കൊടുക്കുക, 1 കൊടുക്കുക. 5 ഇൻറ്റു 1 പ്ലസ് ഇനി 5x2 എന്നാണ് ഇക്വേഷനിൽ 5 ഇൻറ്റു x2 സ്ഥാനത്ത് എന്താ കൊടുക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഓക്കെ, 5 ഇൻറ്റു 1 5. ഇതൊന്ന് നമുക്ക് കൊടുക്കുക. 5 ഇൻറ്റു 1 5 പ്ലസ് ഇക്വേഷൻ അതേപോലെ പ്ലസ് ഇട്ടു. 5 ഇൻറ്റു 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. 5 പ്ലസ് 0 5. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. 5 എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് പറഞ്ഞാൽ 20നേക്കാളും താഴെയല്ലേ? താഴെയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? താഴെയല്ലേ? 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 താഴെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ബണ്ടിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ബണ്ടിലാണ് 1 0. ഇനി അടുത്തതായിട്ട് വേറെ ബണ്ടിൽ നോക്കാം. അടുത്തതായിട്ട് നോക്കാം. ഇപ്പൊ 1 0 എന്നുള്ള ബണ്ടിൽ വാങ്ങാൻ പറ്റും. 2 0 ഒന്നാമത്തെ സാധനം 2 യൂണിറ്റ് വാങ്ങുന്നുണ്ട്, രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 2 0 5x1 ഇതിൽ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ വാല്യൂസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ 5 ഇൻറ്റു x1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 2. 5 ഇൻറ്റു 0 5 ഇൻറ്റു 2 അല്ലേ? 5 ഇൻറ്റു x1 ന്റെ സ്ഥാനത്ത് 2 5 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു x2 ന്റെ സ്ഥാനത്ത് 5 ഇൻറ്റു x2 നമ്മുടെ ഇക്വേഷനിൽ 5 ഇൻറ്റു 0 ഇതാ 5 ഇൻറ്റു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. Five into 2 10 plus 5 into 0 0 less than or equal to 20. 10 plus 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 10 less than or equal to 20. 20 താഴെയല്ലേ 10. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബണ്ടിലും വാങ്ങാം. 20 എന്നുള്ള ബണ്ടിലും വാങ്ങാം. ഇനി അടുത്തത് 30 ഒന്നാമത്തെ സാധനം 3 കിലോഗ്രാം വാങ്ങുന്നില്ല, രണ്ടാമത്തെ സാധനം എന്താണ്? 1 വാങ്ങുന്നില്ല. അപ്പോൾ 30 ഇനി നമ്മൾ ഈ ക്വസ്റ്റിൽ കൊടുക്കാൻ പോവുകയാണ്. 5 into x ഒന്നാമത്തെ സ്ഥാനത്തിന്റെ അളവ് ഇവിടെ 3 ആണ്. 5 into 3 plus 5 into x എത്രയാണ്? 0. x2 ന്റെ സ്ഥാനം 0. 5 into 0 less than or equal to 20. 5 into 3 15 plus 5 into 0 0 less than or equal to 20. 15 plus 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 15 less than or equal to അതായത് 15 20 താഴെയല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ബണ്ടിൽ വാങ്ങാം. 3 0 എന്നുള്ള ബണ്ടിലും വാങ്ങാം, 3 0 എന്നുള്ള ബണ്ടിലും വാങ്ങാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം 4 0 എന്നുള്ള ബണ്ടിൽ 4 0. അപ്പൊ അതായത് 4 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ x1 ന്റെ അളവ് എത്രയാണ്? 4, x2 ന്റെ അളവ് എത്രയാണ്? 0. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. 5x1 എല്ലാം ഫസ്റ്റ് 5 into 4 plus 5 into 0 less than or equal to 20. 5 into 4 20 plus 0 less than or equal to 20. അതുകൊണ്ട് നോക്കാം 20 plus 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 20 ചെറുതാണ് തുല്യമാണ്. 20 വരുമാനത്തിന് തുല്യമല്ലേ? അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിന് ഈ സാധനങ്ങളുടെ വിലയുള്ള 20 തുല്യമല്ല. അപ്പൊ അതുകൊണ്ട് 20 രൂപയ്ക്ക് സാധനം വാങ്ങാം. ഈ ബണ്ടിൽ നമുക്ക് വാങ്ങാം. 4 0 എന്നുള്ള ബണ്ടിൽ വാങ്ങാം. ഇനി അങ്ങോട്ട് മേലെ വാങ്ങാൻ പറ്റില്ല. 5 into പിന്നെ 5 over 25 ഒക്കെ. അപ്പൊ അതുകൊണ്ട് നോക്കാൻ കയ്യിൽ എത്ര വരുമാനം മാത്രമാണ്? 20 രൂപ മാത്രമേ ഉള്ളൂ. വരുമാനത്തേക്കാൾ കൂടുതലായി എന്തായാലും നമുക്ക് വാങ്ങാൻ കഴിയില്ല. ഇനിയിപ്പോ നമുക്ക് ഒന്നാമത്തെ സാധനം മാത്രമേ വാങ്ങിക്കൂ. ഒന്നാമത്തെ സാധനം മാത്രമേ വാങ്ങിക്കൂ. ഇനി നോക്കാം നമുക്ക് രണ്ടാമത്തെ സാധനം വാങ്ങി നോക്കാം. രണ്ടാമത്തെ സാധനം രണ്ടാമത്തെ സാധനം ഒന്നാമത്തെ സാധനം വാങ്ങുന്നില്ല, അത് വരെ വാങ്ങി. ഈ രണ്ടാമത്തെ സാധനം മാത്രം വാങ്ങും. ഒന്നാം സാധനം വാങ്ങുന്നില്ല എന്നുള്ളത് എങ്ങനെ എഴുതാം? 0 1. ഇതിനകത്ത് എന്താണ്? ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് എത്രയാണ്? 0. രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് എത്രയാണ്? 1. 0 1 എന്നുള്ള ബണ്ടിൽ നോക്കാം. 5 into x1 സ്ഥാനത്ത് എന്തായിരിക്കും? 0 plus
5 into എക്സിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. 5 into 0 0 പ്ലസ് 5 into 1 എത്രയാണ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അതായത് 0 പ്ലസ് 5 ആണ് 5. അപ്പൊ നമുക്ക് എന്താണ് 0 1 എന്നുള്ള ബണ്ടിൽ വാങ്ങാം. അങ്ങനെ 0 1 0 2 നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഈ ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ, ബണ്ടിൽ എന്ത് വാങ്ങാന്നുള്ളതൊക്കെ, ബണ്ടിൽ വാങ്ങാന്നുള്ളതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് അറിയാം. ബണ്ടിലുകൾ എഴുതാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ 0 1 0 2 0 3 0 4 20 താഴെ ആവുന്ന വരെ 20 താഴെ ആവുന്ന വരെ നമുക്ക് ബണ്ടിലുകൾ രൂപീകരിക്കാം. ഇത് എപ്പോഴും അതൊക്കെ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് എഴുതണം. ബണ്ടിൽസ് നേരിട്ട് ബണ്ടിൽസ് ഈക്വേഷൻ പ്രകാരം നമുക്ക് എത്ര ബണ്ടിലുകൾ വാങ്ങാം നോക്കാം. ആദ്യത്തേതായിരുന്നു 0 0 0 0 പിന്നെ 1 0, അടുത്തതായിട്ട് 2 0 3 0 3 0 4 0 പിന്നെ നമ്മളിപ്പോ ബണ്ടിൽ ചെയ്തു 0 1. ബണ്ടിൽസ് നേരിട്ട് 0 0 1 0 2 0 3 0 4 0 0 1 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ചിലപ്പോൾ എങ്ങനെ ബണ്ടിൽ. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് എന്താണ് ഒരു കൺസ്യൂമർ എന്താണെന്ന് പഠിച്ചു, അതിനുശേഷം ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു, പിന്നീട് സർവീസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ അടുത്ത ലാസ്റ്റ് വൺ ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു, ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ കൺസംഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. കൺസംഷൻ ബണ്ടിൽ എന്താന്ന് പഠിച്ചു അല്ലെ. ഫസ്റ്റിലെ നമ്മൾ കൺസംഷൻ ബണ്ടിൽ പഠിച്ചു. രണ്ടാമതായിട്ട് കൺസ്യൂമേഴ്സ് ബജറ്റ് എന്താന്ന് പഠിച്ചു. മൂന്നാമതായിട്ട് ബജറ്റ് സെറ്റ് പഠിച്ചു. ഇനി ബജറ്റ് സെറ്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ ബണ്ടിലുകൾ രൂപീകരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മനസ്സിലായി എന്ന് കരുതുന്നു.